ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നീക്കം നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. JMM NDAയിലേക്ക് എന്നാണ് സൂചന. ഹേമന്ത് സോറൻ BJP നേതാക്കളുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തുടർ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഹേമന്ത് സോറൻ ഡൽഹിയിൽ തുടരുന്നു എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. ബൽറാം, ജാർഖണ്ഡിൽ എന്താണ് പൊടുന്നനവെ ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കം? JMM NDAയുടെ ഭാഗമാവുകയാണോ? എന്തെങ്കിലും വിവരങ്ങൾ, സ്ഥിരീകരണം ഇക്കാര്യത്തിലുണ്ടോ? വിജയകുമാർ, ഇത് പൊടുന്നനെയുള്ള ഒരു മാറ്റമല്ല, മറിച്ച് കുറച്ചു കാലമായി BJP നേതാക്കൾ JMMുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായി ബന്ധം പുലർത്തുന്നുണ്ട്. നിരന്തരമായി നടത്തുന്ന ഒരു ചർച്ചയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കക്ഷി മാറ്റം അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സാധ്യത തെളിയുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യവുമായി ഈ JMM അല്പകാലമായി അകന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് പാർലമെന്റിലെ ചില നിലപാടുകളുടെ കാര്യത്തിലും ഒപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ JMMനെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. JMMന് സ്വാധീനമുള്ള 12ഓളം സീറ്റുകൾ കൃത്യമായി തന്നെ ഈ ബീഹാറിലുണ്ട്. അത് JMM അവകാശവാദം ഉന്നയിക്കുകയും മഹാസഖ്യത്തിന്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൽ അവഗണിക്കപ്പെട്ടു. തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ പിന്മാറുകയായിരുന്നു. ഇതെല്ലാം തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ബീഹാറിലുണ്ടായ NDAക്കുണ്ടായ വലിയ വിജയവും ഇത്തരത്തിൽ ഹേമന്ത് സോറനെ പെട്ടെന്ന് NDAയോട് അടുപ്പിക്കാൻ കാരണമായതായി പറയപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ BJP കേന്ദ്ര നേതാക്കളുമായി ഹേമന്ത് സോറൻ തന്നെ ചർച്ചകൾ നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഇരുപക്ഷവും ഇതുവരെയും അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. എന്നാൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്കുള്ള ചർച്ചകൾ JMMും BJP തമ്മിൽ ചർച്ചകൾ നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമാകുന്ന പ്രതികരണവും ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച NDAയുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഹേമന്ത് സോറൻ ഡൽഹിയിൽ തുടരുകയാണ്. ബീഹാർ ഇലക്ഷനിൽ മുതൽ ഇന്ത്യ മുന്നണിയുമായി JMMന്റെ ബന്ധം വഷളായി തുടങ്ങിയിരുന്നു. അത് കൂടുതൽ വഷളാവുകയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതായി മാറുകയും ഇപ്പോൾ NDAയോടൊപ്പം ചേരാനുള്ള രാഷ്ട്രീയ തീരുമാനം ഹേമന്ത് സോറൻ എടുത്തു എന്നും ഉള്ള വിവരം വരുന്നുണ്ട്. അത് സ്ഥിരീകരണമില്ല. ഹേമന്ത് സോറനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡൽഹിയിൽ തുടരുന്നുണ്ട്. BJP നേതാക്കളുമായി ചർച്ച നടത്തി വരികയാണ്. മറ്റു നേതാക്കളെ ഇക്കാര്യം ഹേമന്ത് സോറൻ വൈകാതെ അറിയിക്കും എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്ത. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.